കഴിഞ്ഞ് ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കാൻ കാത്തിരുന്നാൽ അടുത്ത ഇലക്ഷന് തോറ്റുപോയേക്കാം. സീറ്റ് കുറഞ്ഞതും വോട്ട് കുറഞ്ഞതും നന്നായെന്ന് കരുതിയെങ്കിൽ വെറുതെയാണ്. പണി തുടങ്ങിയിട്ടേയുള്ളൂ. ശുഭദിനം. ഹലോ ഗൈസ്, നല്ല കാറ്റും മഴയൊക്കെ കണ്ടും കൊണ്ടും വൈബ് അടിച്ചിരിക്കുന്നതിൽ ഒരു ഇത്തിരി സമയം നമുക്ക് രാജ്യത്തിന്റെ ഭാവിയിലേക്കൊന്ന് എത്തി നോക്കിയിട്ട് വരാം. ഭരിക്കാൻ കയറിയ ഭൂതം ഭാവി വരെ എത്തിക്കുമോ എന്ന് ഈ സാഹചര്യത്തിൽ പറയാൻ പറ്റില്ലെങ്കിലും ഒരു അവലോകനമാകാം അല്ലേ? ആദ്യം ഒരു ഫ്ലാഷ് ബാക്ക് ആവാം. ഒരുപാട് ജ്ഞാപകങ്ങളുമായാണ് മോദിജിയും യോഗിജിയും അമിത്ജിയും പിന്നെ ബാക്കിയുള്ള ജിമാരും ഈ തെരഞ്ഞെടുപ്പിലേക്ക് കടന്നു വന്നത്. ചെറിയൊരു ഹിന്ദുരാഷ്ട്രം, അയോധ്യയിലെ രാമക്ഷേത്രം, ബാക്കി വെച്ച പള്ളിപൊളി, കുഞ്ഞു കുഞ്ഞു കലാപങ്ങൾ, പ്രതിപക്ഷമില്ലാത്ത ഒരു പാർലമെന്റ്, അങ്ങനെ. പക്ഷേ ജനങ്ങൾക്ക് വേറെ ജ്ഞാപകമായതുകൊണ്ടും ഇന്ത്യയുടെ മുക്കിലും മൂലയിലും മുഹബത്തിന്റെ കടയുടെ ഒരു ഔട്ട്ലെറ്റ് തുറന്നതുകൊണ്ടും തന്നെ മോദിജിയുടെ BJPക്ക് ഒറ്റയ്ക്കൊരു ഭരണം കിട്ടിയില്ല. പഴയ അഹങ്കാരമോ എന്റെ തല എന്റെ ഫുൾ ഫിഗർ എന്ന ഭാവമോ ഒന്നും ഇല്ലാതെ ഒരാൾ കയറി വരുന്നത് കണ്ടു. സൂക്ഷിച്ചു നോക്കി. കിരീടവും ഇല്ല, ചെങ്കോലും ഇല്ല. പക്ഷേ അപ്പോൾ അങ്ങനല്ല. നന്നായി കാണുമോ എന്ന് സംശയിച്ചവർക്ക് അധികം ചിന്തിക്കാൻ പോലും അവസരം കൊടുക്കാതെ 3 ആഴ്ച തികയും മുമ്പ് ഇതാ എന്റെ ഗോമാതാവേ. 2014 ഭരണത്തിൽ കയറിയ അന്നു മുതൽ തുടങ്ങിയ അതേ ബ്രാൻഡ്. ഗോമാതാവിനെ തൊടുന്നോടാ, എന്റെ ചെയ്തറിഞ്ഞാലുണ്ടല്ലോ. അലിഗഡിൽ മുഹമ്മദ് ഫരീദ് എന്ന ഒരു 35 വയസ്സുള്ള മനുഷ്യനെ നടു റോഡിലിട്ട് തല്ലിക്കൊന്നു. തന്തൂരി റൊട്ടി ഉണ്ടാക്കി ചെറിയ കടകളിലൊക്കെ വിൽക്കുന്ന ജോലിയായിരുന്നു ഈ ഫരീദിന്. ജോലി കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഇരുമ്പുവടിയും മരത്തടിയും ഒക്കെ ആയ ഒരു കൂട്ടം വന്ന് തല്ലിക്കൊന്നു പോയി. ഈ ഫരീദിന്റെ ശരീരത്തിൽ എത്ര മുറിവുകൾ ഉണ്ടായിരുന്നെന്ന് പോലും എണ്ണാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് അദ്ദേഹത്തിന്റെ കുടുംബം പറയുന്നത്. ആരാണ് കൊന്നത് എന്നതിനേക്കാൾ എന്തിനാണ് കൊല്ലപ്പെട്ടതെന്ന് ഫരീദിനോ അദ്ദേഹത്തിന്റെ കുടുംബത്തിനോ അറിയില്ല. BJP ഭരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായ ഉത്തർപ്രദേശിലെ ഒരു സിറ്റിയാണ് ഈ സംഭവം നടന്ന അലിഗഡ്. തൽക്കാലം ഈ ഉത്തരം മതിയാകുമെന്ന് തോന്നുന്നു. ഇന്ത്യയുടെ ശുഭദിനം തുടങ്ങിക്കഴിഞ്ഞു. ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ ജൂൺ 7-ന് കന്നുകാലികളെ കൊണ്ടുപോകുന്ന ലോറി തടഞ്ഞു നിർത്തി അതിലുണ്ടായിരുന്ന 3 പേരെ തല്ലിക്കൊന്നു. കുറ്റം ബീഫ് കടത്തൽ, ശിക്ഷ മരണം. ശുഭപ്രതീക്ഷ 100% വിജയം. വാട്സപ്പ് സ്റ്റാറ്റസിൽ മൃഗബലിയുടെ ഫോട്ടോ ഇട്ടെന്ന് പറഞ്ഞ് ഹിമാചൽ പ്രദേശിൽ ജാവേദ് എന്നൊരു മനുഷ്യന്റെ തുണിക്കട അടിച്ചു പൊളിച്ചു. ഭാഗ്യത്തിന് അദ്ദേഹത്തിന് കൈ കിട്ടിയില്ലെന്ന് തോന്നുന്നു, ജസ്റ്റ് മിസ്സാണ്. തെലങ്കാനയിലെ മേഡക്കിൽ കന്നുകാലികളെ കൊണ്ടുപോകുന്ന വാഹനം യുവമോർച്ച പ്രവർത്തകർ തടഞ്ഞ് പ്രശ്നമുണ്ടാക്കി. ഇതൊന്നും പോരാഞ്ഞിട്ട് ഗുജറാത്തിൽ നടന്ന ഒരു ക്രിക്കറ്റ് കളിയിൽ സൽമാൻ മോറ എന്നൊരു 23 വയസ്സുകാരനെ സംഘപരിവാർ ആക്രമിച്ചു. ഇയാളുടെ ചെവി വരെ അറുത്തുമുറിച്ചിട്ടിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പ്രശ്നം അല്പം സീരിയസ് ആയിരുന്നു. ക്രിക്കറ്റ് കളിക്കാൻ വന്ന ഒരു ടീമിൽ കൂടുതലും മുസ്ലിങ്ങളായിരുന്നു. മുസ്ലിങ്ങൾ സിക്സർ അടിക്കാൻ പാടില്ല. നിന്നെയൊക്കെ അടിച്ച് ബൗണ്ടറി കടത്താൻ നോക്കുമ്പോൾ അതിന്റെ ഇടയ്ക്ക് വന്ന് ആളാവാൻ നോക്കരുത്. സിക്സർ അടിക്കുന്നതാണ് പ്രശ്നം. ബോൾ വരുമ്പോൾ മുസ്ലിം ആണെങ്കിൽ വേണേ ഒരു സിംഗിൾ എടുത്തോട്ടെ. ഡക്കായ തടി കഴിച്ചിലായി. വലിയ പെരുന്നാള്, അതായത് ബലി പെരുന്നാള്. ബീഫില്ലാതെ എന്ത് പെരുന്നാള്? ഇനി ചിലപ്പോൾ ബീഫ് ഇല്ലാതെയും പെരുന്നാൾ കൂടേണ്ടി വരും. ഒഡീഷയിലെ ഖോർദ എന്ന സ്ഥലത്ത് പെരുന്നാളിൻ്റെ അന്ന് ഓരോ വീട്ടിൽ ചാടിക്കയറി ഫ്രിഡ്ജിൽ നിന്ന ഗോമാതാവിനെ എടുത്തുകൊണ്ടാണ് സംഘപരിവാർ സംഘം പോയത്. ഒരു ഭംഗിക്ക് ഫ്രിഡ്ജും ആ വീടും ഒക്കെ അടിച്ചു പൊളിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പെരുന്നാളിന് വല്ല പച്ചലത്തോരനും വെച്ച് കഴിക്കാമെന്ന് വെച്ചാൽ ഗോമാതാവിന് വെട്ടി കുറുമ വെച്ചാണെന്ന് പറയും. സോയാബീനിൽ ഇറച്ചി മസാല ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചാൽ മണം പിടിച്ചു വന്ന് വെട്ടു. എങ്ങനെ പോയാലും ജീവിക്കാൻ പറ്റില്ലെന്ന് ഉറപ്പായിട്ടുണ്ട്. വെറും 3 ആഴ്ച കൊണ്ട് പല പ്രഹസനങ്ങളും കാണിക്കുന്ന സർക്കാരിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ അപ്പു അങ്ങനല്ല. നമ്മുടെ ജി അങ്ങനല്ല. ഇനി കുറച്ച് നേട്ടങ്ങൾ കാണാൻ വരൂ, നമുക്ക് അയോധ്യയിലേക്ക് ഒന്ന് പോകാം. മണിച്ചിത്രത്താഴി പപ്പു പോണ പോലെ വെള്ളം, വെള്ളം, അവിടെ വെള്ളം. രാമക്ഷേത്രത്തിൽ ചോർച്ചയാണ് ഗൈസ്. രാമക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടി പണിഞ്ഞ രാംബസ് റോഡിൽ കുഴിയാണ് ഗൈസ്. മൊത്തത്തിൽ കുളമായിട്ടുണ്ട് ഗൈസ്. നൂറ്റാണ്ടുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ലാതെ നിന്ന ഒരു പള്ളി പൊളിച്ച് ആർക്കിടെക്ചർ വിസ്മയം കാണിച്ച രാമക്ഷേത്രം ഒരു മഴ പെയ്താൽ ചോരുന്നു. അയോധ്യയിലേക്കുള്ള റോഡുകൾ എടപ്പള്ളി ടൗൺ പോലെയാകുന്നു. ഇതെന്താ? കൊച്ചി കോർപ്പറേഷനെ ഏൽപ്പിച്ചായിരുന്നെങ്കിൽ അവർ ചെയ്തു തരുമായിരുന്നല്ലോ ഇതിലും വൃത്തിയായിട്ട്. 1800 കോടിയിൽ ചോർച്ചയോ? അവിടുന്ന് മുക്കി അല്ലേ? പിന്നെ ഒരു നീറ്റ് അഴിമതി, ചോദ്യപേപ്പർ ചോർച്ച, സമ്പന്നമായൊരു ഭരണകാലമാണ് ഇന്ത്യയെ കാത്തിരിക്കുന്നത്. എന്തായാലും കോണ്ടന്റ് ദാരിദ്ര്യം ഉണ്ടാകില്ലെന്നൊരു ഉറപ്പ് അവർ തന്നിട്ടുണ്ട്, ഒരു വലിയ ഉറപ്പ്. അപ്പോൾ പറഞ്ഞതുപോലെ എല്ലാം കഴിയാൻ കാത്തിരുന്നാൽ ഒന്നും ബാക്കി ഉണ്ടാകില്ല. പ്രതികരിച്ചു തുടങ്ങിയാൽ അടുത്ത തെരഞ്ഞെടുപ്പിനെങ്കിലും രാജ്യത്തെ കരകയറ്റാം. ഓക്കെ, ബൈ.